എഴുതുന്ന പേപ്പറിലാണ് ബേസിക്കലി കോംബോ ഇരിക്കുന്നത്. അതാണ് ഓതർ സപ്പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് എനി ആക്ടർ ക്യാൻ ഡു ഇറ്റ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു പരിധി വരെ ഈ പറയുന്ന ബിച്ചേട്ടൻ, എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഇവരുടെ കൂടെയൊക്കെ ഒരു ഓഫ് സ്ക്രീൻ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു ഫാൻ ആണ് ഞാൻ വ്യക്തിപരമായിട്ട്. അവിടെ നടന്മാരുടെ മാത്രം. നിവിൻ്റെ കൂടെ ഒരു അൺഐഡൻറ്റിഫൈഡ് കെമിസ്ട്രി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് എന്നെ പുള്ളി ചെയ്യുന്ന എന്തോ ഒരു എനർജി അദ്ദേഹത്തിലുണ്ട്. നിവിനായിട്ട് ഒരുമിച്ച് പഠിച്ചത് രാജഗിരിയിൽ. അന്ന് നിവിൻ എങ്ങനെയായിരുന്നു? സ്റ്റേജിൽ കയറിയ ഒരു നിവിനെ എനിക്ക് ഓർമ്മയില്ല. ഫുട്ബോളർ ആക്സിഡന്റലി പിന്നെ ഈ കോളേജ് ടൈം വന്ന ഒരു പാഷനായിരുന്ന സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അതിൽ ചേട്ടൻ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ശരിക്കും ലൈഫിൽ എവിടെയെങ്കിലും കണ്ട് ഒബ്സർവ് ചെയ്ത ഒരാളാണോ? അത് വിഷ്ണുവിന്റെ ക്രിയേഷൻ. അത് ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാനാണ് ആ ക്യാരക്ടർ. ആ ഷെയ്ഡ്സ് പലതും എന്നിലും ഉണ്ട്. കുറച്ചൊരു ബൂമറാണല്ലോ. അതെ, എനിക്ക് ആ ഷെയ്ഡ്സ് ഉണ്ട്. അസിസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ച സമയത്ത് അപ്പോൾ നോ പറഞ്ഞു തുടങ്ങി. വിനീതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നവംബർ തൊട്ട് ഞാൻ ഇതേപോലെ സിനിമകൾ എടുക്കുന്നില്ല, അപ്പോൾ ഒരിക്കലും അത് ചെയ്യല്ലേ, നീ ജോലി എൻജോയ് ചെയ്യില്ല. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കംഫർട്ട് സോണിലാണ് ഇപ്പം നീ ആസ് എൻ ആക്ടർ നീ ഭയങ്കര ഒരു കംഫർട്ട് സോണിലാണ്, ഒരിക്കലും ഈ ജോലിയിലോട്ട് എന്ന് പറഞ്ഞാൽ അത് ഡീ പ്രൊമോഷനാണ്, ഫിസിക്കൽ വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പോയി വില്ലിങ് ആയിരുന്നു മനസ്സുകൊണ്ട്. തേർഡ് ഡേ ഒക്കെ ഞാൻ മനസ്സിലാക്കി ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല. ദുബായിലൊക്കെ ഷൂട്ടിങ് സമയത്ത് നമുക്ക് ക്രൗഡ് കൺട്രോളായി. എനിക്ക് കൺട്രോൾ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തണമെങ്കിൽ ഒരു സെൽഫി അവിടെ വരും. അപ്പോൾ വിനീത് അവിടെ നോക്കുമ്പോഴത്തേക്കും ഞാൻ സെൽഫി എടുത്തു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ പോഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അതിഥി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസണിലും നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഒരുപാട് കോംബോ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നസീർ സാറും നോക്കി, നസീർ സാറും അറുബാസി ചേട്ടനും, അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ദാസിനും വിജയേട്ടനും, അതുപോലെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ദിലീപേട്ടനും അനുശ്രീയേട്ടനും, ഇങ്ങനെയൊക്കെ പറയുന്നതല്ല കുറേ കോംബോസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഏത് നടന്റെ കൂടെ അഭിനയിച്ചാലും അവിടെ ഒരു ഉഗ്രൻ കോംബോ സൃഷ്ടിക്കുന്ന ഒരു ഒറ്റ നടൻ മലയാളത്തിലുള്ളത് നമ്മുടെ സ്വന്തം അജുവേട്ടനാണ്. അജുവേട്ടാ നമസ്കാരം. കുറച്ച് കൂടി ഇരിക്കട്ടെ, ഞാൻ ഇങ്ങനെ കുറച്ച് കൂട്ടി പറയും. ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബിജു മേനോന്റെ കൂടെ ആണെങ്കിലും നമ്മുടെ നിവിനേട്ടൻ്റെ കൂടെ ആണെങ്കിലും എവിടെ ചെന്നാലും ഉഗ്രൻ കോംബോ ആണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കെമിസ്ട്രി വർക്ക് ആവുന്നത്? എഴുതുന്ന പേപ്പറിലാണ് ബേസിക്കലി കോംബോ ഇരിക്കുന്നത്. അതാണ് ഓതർ സപ്പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അത് എനി ആക്ടർ ക്യാൻ ഡു ഇറ്റ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു പരിധി വരെ ഈ പറയുന്ന ബിച്ചേട്ടൻ, എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഒരു വ്യക്തി, നിവിൻ സഹോദരൻ, ഇപ്പോൾ ജയേട്ടൻ പുണ്യാണ്, സീനിയർ ജ്യേഷ്ഠന്മാരെ പോലെ ഇവരുടെ കൂടെയൊക്കെ ഒരു ഓഫ് സ്ക്രീൻ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഒരു ഫാൻ ആണ് ഞാൻ ഇവരുടെയൊക്കെ വ്യക്തിപരമായിട്ട്. അവിടെ നടന്മാരുടെ മാത്രമല്ല, ബിച്ചേട്ടൻ്റെ ഒക്കെ ഭയങ്കര ഫാനാണ് ഞാൻ. കാര്യം നമ്മൾ അവരുടെ സിനിമകൾ കണ്ടിട്ടാണല്ലോ സിനിമയിലോട്ട് വരുന്നത്. പിന്നെ ഈ റൈറ്റ് ടൈമിൽ ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് കിട്ടി. ഇത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തത്. ഓക്കെ ഓക്കെ. നമ്മൾ പലരും പറയാറുണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മളൊരു കോംബോ ഭയങ്കര ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഇത് ഇപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്തൊന്നും പറയുകയാണെങ്കിൽ ചെയ്തു വെച്ചേക്കുന്ന ഇപ്പോൾ ദിലീപേട്ടൻ്റെ കൂടെ ആണെങ്കിലും ഏതെടുത്താലും ഒരു എന്താ പറയുക, ഒരു വലങ്കൈയായിട്ട് അവിടെ ഇവർ തമ്മിൽ ഇപ്പം എടുത്തു പറയുന്നൊരു ഇത് പറയണം. ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമയിൽ ഇപ്പം നിവിനേട്ടനും കൂടിയുള്ള ആ ഡാൻസ് സീനിൽ നയൻതാര ചേച്ചി ഐ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സീൻ, അത് നിങ്ങളാണെങ്കിലേ അതവിടെ വർക്ക് ആവുള്ളൂ. വേറെ ആരാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത് വേറൊരു സാധനമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഇത്രയൊക്കെ ഒരു ഫ്രീ ആയിട്ട് ഇടപെടാനും എല്ലാം അത് ഓഫ് സ്ക്രീൻ ബന്ധം ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിവിൻ്റെ കൂടെ ഒരു അൺഐഡൻറ്റിഫൈഡ് കെമിസ്ട്രി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് എന്നെ പുള്ളി ചെയ്യുന്ന എന്തോ ഒരു എനർജി അദ്ദേഹത്തിലുണ്ട്. അത് എനിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. മറ്റേത് ഞാൻ അവരുടെയൊക്കെ സീനിയേഴ്സിൻ്റെയൊക്കെ ഫാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ദിലീപേട്ടനോടൊപ്പം ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബിക്കോസ് ഓഫ് ദി ടൈമിങ്. എൻ്റെ ഒരു
മെച്യൂർ ടൈമാണ് നാച്ചുറലി ആ സമയം. ഷാഫി സാറിൻ്റെ പടമാണ്. അവർ ബെസ്റ്റ് ബഡീസാണ്. അതെ, അവരുടെ കെമിസ്ട്രി ഹ്യൂജാണ്. ഇത് ഡയറക്ടർ ആക്ടർ കെമിസ്ട്രി. അപ്പോൾ ഈ ഒരു ടേക്ക് ഒക്കെ മിക്കതും 1 or 2 ടേക്സിൽ ഓക്കെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു എറർ വന്ന് അത് 1 more പോകുമ്പം അവരുടെ ഫസ്റ്റ് 2 ടേക്സിലെ പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമായി അവർ പറയില്ല. നമുക്കറിയാമല്ലോ അത് അവർ തൃപ്തരല്ല എന്ന്. ആ ഫിയർ എനിക്ക് ത്രൂ ഔട്ട് 2 കൺട്രീസിലുണ്ടായിരുന്നു. കോടതി സംശയത്തിലുണ്ടായിരുന്നു. കാര്യം ദിലീപൻ ഈസി കേക്ക് വാക്കാണ്. അങ്ങനത്തെ സ്ലാബ് സ്റ്റിക്ക് ആണെങ്കിലും കൗണ്ടേഴ്സ്, അതായത് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന അറിയാമല്ലോ. അതിനോട് മാച്ച് ചെയ്യാനുള്ളൊരു കോൺഷ്യസ് ഫിയർ ഉണ്ടായിരുന്നു. അത് പള്ളി മൂവിലുണ്ട്. പക്ഷെ നമുക്ക് ഒരു മറ്റേത് എനിക്ക് അതില്ല. കണ്ടംപററീസിനോട് പോകുമ്പോൾ നിവിനോ ആസിഫോ ഉണ്ണിയോ ഒക്കെ വരുമ്പം ടൊവി ആണെങ്കിലും ആ ഫിയർ ഇല്ല. പക്ഷെ അവിടെ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഹെൽപ്പ് വരും. ഇവരൊക്കെ നമ്മുടെ ഒരു വളരെ പേഴ്സണൽ സുഹൃത്തുക്കൾ കൂടെയാണ്. അങ്ങനെ പറയാൻ കാര്യം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കുന്നവരും ആണല്ലോ സുഹൃത്തുക്കൾ എന്ന് നമ്മൾ എല്ലാ അർത്ഥത്തിലും പറയും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും നമുക്ക് കൂടെ തന്നെയുണ്ട്, നിന്നിട്ടുണ്ട്. ഒരിക്കലും അവർക്ക് ഒരു ബാധ്യതയാവാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും. ശരിക്കും ചേട്ടന് ഫ്രണ്ട്ഷിപ്പാണ് എപ്പോഴും പറയുന്ന ഒരു ടീം വർക്ക്. ആ ഒരു ടീമിലാണെങ്കിൽ ഭയങ്കര കംഫർട്ടാണെന്ന് നമ്മൾ പറയുന്ന പോലെ ചേട്ടൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട് സർക്കിള് എത്രത്തോളം ചേട്ടൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടൂന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇപ്പോൾ യജു സാർ ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാറുണ്ട്? ഫസ്റ്റ് സിനിമ ഇപ്പോൾ പടക്കുതിര മാറ്റി നിർത്തിയാൽ പടക്കുതിര അഗെയിൻ ഫ്രണ്ട്ഷിപ്പ്. എന്താ അറിയോ, ഇതിന്റെ റൈറ്റർ ദീപു ഒരേമുഖം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളായതാണ്. ദീപു എന്ന് പറഞ്ഞ വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ വർഷം. ബിക്കോസ് അദ്ദേഹം എനിക്ക് തന്ന പടക്കുതിര എന്ന സിനിമയും അതെനിക്ക് കിട്ടിയ റെമ്യൂണറേഷനുമാണ് കഴിഞ്ഞ വർഷം എന്നെ ഹോൾഡ് ചെയ്ത ഒരു സിനിമ. ഒരു വ്യക്തിയെ ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയർ കടന്നു പോകണമെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ? അതിന് തീർച്ചയായിട്ടും ദീപു ഇപ്പോൾ അഗെയിൻ വടക്കുതിര മീൻസ് ബിക്കോസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ദീപുവിന് മറ്റ് നടന്മാരെ ഓപ്ഷൻ ഉണ്ട്. ദീപു പിന്നെയും എന്നെ ചൂസ് ചെയ്തത് ദീപുവിൻ്റെ സുഹൃത്തായതുകൊണ്ടാണ്. സോ പലവട്ടം റിപ്പീറ്റഡായിട്ട് ഞാൻ പറഞ്ഞതാണ്, കളിയാക്കാൻ കമൻസ് കണ്ടിട്ടുണ്ട് ഞാൻ, സുഹൃത്തുക്കൾ കാരണം നിൽക്കുന്നതും വന്നതും. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമായിട്ട് തോന്നി. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രണ്ട്സ്. ഇപ്പോൾ അടുത്ത സിനിമ ചെയ്യാൻ വിളിച്ചവരും സുഹൃത്തുക്കളുടെ തന്നെയാണ്. അതെ, അതിപ്പോ മോശമായിട്ട് എനിക്ക് തോന്നാറില്ല. തീർച്ചയായിട്ടും നമുക്ക് ഫ്രണ്ട് സർക്കിൾ എപ്പോഴും നല്ലത് തന്നെയുള്ളൂ. നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നു, എന്റെ സുഹൃത്തായിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ എന്താ തെറ്റ് അല്ലേ? ഇപ്പൊ നമ്മള് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഉറപ്പായിട്ടും. ചേട്ടാ ഒന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ചേട്ടൻ സ്കൂൾ ലൈഫ് ഇപ്പോൾ ചേട്ടൻ പഠിച്ചതെന്ന് വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് പഠിച്ചിട്ടുണ്ട്, പാലക്കാട് പഠിച്ചിട്ടുണ്ട്, ചെന്നൈയിലുണ്ട്. ഇപ്പോൾ സ്കൂൾസ് ഒരു 10th വരെ എങ്ങനെയായിരുന്നു? അജുവേട്ടൻ എങ്ങനെയായിരുന്നു? ഞാനൊരു മീഡിയോക്കർ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഭയങ്കര ആക്റ്റീവ് ഒരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. എന്നാൽ ഇൻട്രോവേർട്ടായിരുന്നോ? ഇൻട്രോവേർട്ടിനല്ല. ഇൻട്രോവേർട്ടിൻ്റെ അർത്ഥം അതാണോ? നമ്മളിപ്പോൾ ഭയമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കാണല്ലോ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഫ്രണ്ടിൽ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊന്നും അങ്ങനെ അല്ലായിരുന്നു. അന്ന് പൊതുവേ ആരും അങ്ങനെ അല്ലായിരുന്നു. 1-2 പേര് എൻ്റെ ഓർമ്മയിൽ, ബിബിൻ സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഫ്രണ്ടൊക്കെയാണ് എല്ലാത്തിനും ഫസ്റ്റ് പേര് കൊടുത്ത്. അതെ അതെ അതെ, സുബിൻ, ജാക്സൺ, സോറി, അവരൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ബാക്കി ഞാനൊരു മീഡിയോക്കർ സ്റ്റുഡൻറ് ആൻഡ് ആവറേജ് ആക്ടിവിറ്റി ഒക്കെ ഉള്ളൊരു, അവിടെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവരെ ചുറ്റുവട്ടത്ത് അങ്ങനെ അറിയിച്ചിട്ടില്ല. കാര്യങ്ങൾ നടത്തിപ്പോകുന്നു. എപ്പോൾ മുതലാണ് ഒരു ആർട്ട്, ഒരു കലയിലേക്കുള്ള ഒരു താല്പര്യം ചേട്ടന് വന്നു തുടങ്ങിയത്? സിനിമയിലോട്ടുള്ള താല്പര്യം ആസ് എ വ്യൂവർ സിനിമ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സംഗീതം, പാട്ടുകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. മേ ബി സിനിമയെക്കാളും മുന്നേ തൊട്ട് അതായിരിക്കാം നമുക്ക് ആദ്യം എത്തുന്നല്ലേ പാട്ടുകൾ. തീർച്ചയായിട്ടും. പേരൻസ് വീട്ടിൽ ഈ തരംഗിണി കാസറ്റ്സ്, ദാസാറിൻ്റെ കമ്പനിയായിരുന്നു അന്ന്. അപ്പം ദാസാറിൻ്റെയും ചിത്ര ചേച്ചിയുടെയും MG ശ്രീകുമാരൻ്റെയും പാട്ടുകൾ നമ്മളെന്നും നമ്മുടെ ചൈൽഡ്ഹുഡിലെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ളതാണ്. സിനിമ കുറച്ചും കൂടി വ്യൂവറിൽ നിന്ന് മാറി അതിൽ ഭാഗമാണെന്ന്
വന്ന ഒരു ടൈം കോളേജ് ആയിരിക്കണം, സെക്കൻഡ് ഇയർ ഒക്കെ ആയിരുന്നു. ആ ഒരു ടൈമിലാണ്. സെക്കൻഡ് ഇയറിലായിരുന്നു നമ്മൾ കുറച്ചും കൂടി ഞാൻ അങ്ങനെ മറ്റ് ഭാഷാ സിനിമകൾ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ മറ്റ് ഭാഷ ഇൻ ദ സെൻസ് മറ്റ് ഫോറിൻ ഫിലിംസ്. ഹോളിവുഡ് സിനിമകൾ ഈ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവുന്നത് കേരളത്തിൽ എത്തുന്നതും ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ കാണും. ഫോർ എക്സാമ്പിൾ ജുറാസിക് പാർക്ക്, ഇൻഡിപെൻഡൻസ് ഡേ, ടൈറ്റാനിക്, അവതാർ, അങ്ങനെ. പിന്നെ കോളേജിലൂടെ ഇപ്പോൾ കുറച്ചും കൂടി വേൾഡ് ക്ലാസിക്സ് ആയ ഹോളിവുഡ് ഫിലിംസ് ഒരു 10-20 കണ്ടിട്ടുണ്ടാവും. അതെ, മെയിനായിട്ട് ഇന്നത്തെ അത്ര സാഹചര്യങ്ങൾ അന്നില്ലല്ലോ, നമുക്ക് ടിവി ആണ് ആകെയുള്ളത്. ഞാൻ കുറച്ചും കൂടി മലയാളം സിനിമ, ഇന്ത്യൻ സിനിമ, തമിഴ്, ഹിന്ദി കൂടുതൽ ഫോക്കസ് ചെയ്ത മലയാളം ആൻഡ് തമിഴ്. എനിക്ക് മലയാളത്തിന്റെ അന്ന് ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് അപ്പോഴാണ് ഈ 80s പത്മരാജൻ സാറിൻ്റെയും പ്രിയൻ സാറിൻ്റെയും ശ്രീനിവാസൻ സാറിൻ്റെയും സത്യൻ സാറിൻ്റെയും ലോഹിദാസ് സാറിൻ്റെയും എൻ്റെ മുന്നോട്ട് പോയാൽ ഉള്ള ആക്ടേഴ്സിൻ്റെയും ഒക്കെ സിനിമകൾ ഞാൻ അപ്പോഴാണ്. പിന്നെ തമിഴിൽ ഭാരതിരാജ് സാറിൻ്റെയും ഭാഗ്യരാജ് സാറിൻ്റെയും സെൽവരാഘവൻ സാറിൻ്റെയും ഒക്കെ സിനിമകൾ. അത് ഞാൻ പറഞ്ഞു, എൻ്റെ വിദ്യാഭ്യാസം ഇവിടെ സിനിമ എഡ്യൂക്കേഷൻ ഈ 2 സംസ്ഥാനത്തായിരുന്നു കൂടുതൽ. അപ്പോഴാണ് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി ഇതിൽ ഭാഗമാകണമെന്നല്ലേ. ശരിക്കും ഇപ്പോൾ ഈ മലർവാടിയിൽ എത്തുന്നതിന് മുമ്പ് ഇതുപോലെ ഓഡീഷൻസോ അങ്ങനത്തെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോൾ മലർവാടി ഫസ്റ്റ് ഓഡീഷൻ ആയിരുന്നു, അതായിരുന്നു അവിടെ ഞാൻ തുടക്കം. ആക്ടർ ആവാൻ നമുക്കറിയില്ലായിരുന്നു. നമുക്ക് അങ്ങനെ ആക്ടിങ് ഒരു സ്കോപ്പ് നമ്മൾക്ക് ഉണ്ടെന്നുള്ള ചിന്തയില്ലായിരുന്നല്ലോ. നമ്മളൊന്നിനും ഭാഗമായിട്ടില്ല, സ്കൂളിലോ കോളേജിലോ ഒന്നും. ശരിക്കും അങ്ങനെ ഒരാൾക്ക് ട്രെയിൻഡോ അങ്ങനെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉള്ള ഒരാൾക്കല്ലേ നമുക്ക് അതൊരു ശ്രമിക്കാവുന്ന തൊഴിലിടം വിടൂ, ശ്രമിക്കേണ്ട മേഖലയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഞാൻ ബാക്ക് റൈറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ അതായിരുന്നു പ്ലാൻ. പിന്നെയാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ആക്സിഡന്റിലായിരുന്നു. ഓക്കെ, ഈ നമുക്കിപ്പോ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ജേക്കബിന്റെ സ്വഗ്രഹത്തിലെ വിനീതേട്ടൻ പറഞ്ഞായിരുന്നു, പിന്നെ അജീന വഴിക്ക് കണ്ടിട്ടില്ല ഇതിൽ അസിസ്റ്റ് ചെയ്യാൻ വന്നിട്ട്. മേ ബി മലർവാടിക്ക് മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ എൻജോയ് ചെയ്തേനെ. വിനീതൊന്നും ഞാൻ ജേക്കബിന് അസിസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ച സമയത്ത് 2015 നവംബർ എൻഡ് ടു ഡിസംബർ ഫുൾ ആയിരുന്നു ഷൂട്ട്. അപ്പം നവംബറിൽ പോകാൻ വേണ്ടി അപ്പം ഞാൻ പക്ഷേ ഒക്ടോബർ സെപ്റ്റംബർ ഒരു ഓഗസ്റ്റ് തൊട്ടേ നമ്മൾ കമ്മിറ്റ്മെന്റ്സ് നോ പറയണം. അന്ന് ആക്ച്വലി കമ്മിറ്റ്മെന്റ് വിളിക്കുന്ന ടൈമാണ് സിനിമകൾക്ക്. അപ്പം നോ പറഞ്ഞു തുടങ്ങി. വിനീതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നവംബർ തൊട്ട് ഞാൻ ഇതേപോലെ സിനിമകൾ എടുക്കുന്നില്ല, അപ്പോൾ ഒരിക്കലും അത് ചെയ്യല്ലേ, നീ ജോലി എൻജോയ് ചെയ്യില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തങ്ങനെ പറഞ്ഞു, ബിക്കോസ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, കാര്യം എൻ്റെ ഇഷ്ടം അതാണല്ലോ, ഞാനൊരു അവസരം കിട്ടുമ്പം. അപ്പം അദ്ദേഹം പറഞ്ഞു, നിന്റെ കംഫർട്ട് സോണിലാണ് ഇപ്പം നീ ആസ് എൻ ആക്ടർ നീ ഭയങ്കര ഒരു കംഫർട്ട് സോണിലാണ്. ഒരിക്കലും ഈ ജോലിയിലോട്ട് പറഞ്ഞാൽ അത് ഡീ പ്രൊമോഷനാണ്, ഫിസിക്കൽ വർക്ക്. അപ്പം ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ പോയി വില്ലിങ് ആയിരുന്നു മനസ്സുകൊണ്ട്. ഞാൻ അവിടെ ചെന്ന് ഒരു ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഒക്കെ ആയപ്പോൾ ഞാൻ മനസ്സിലാക്കി ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല. നമ്മൾ ആ സമയത്ത് നമുക്ക് ദുബായിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രൗഡ് കൺട്രോൾ ആയി എനിക്ക്. അപ്പോൾ ക്രൗഡ് കൺട്രോൾ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തണമെങ്കിൽ ഒരു സെൽഫി അവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ വിനീത് അവിടെ നോക്കുമ്പോഴത്തേക്കും ഞാൻ സെൽഫി എടുത്തു. അവര് പറയും ഞങ്ങൾ മാറാം, പക്ഷെ ഒരു സെൽഫി ഇങ്ങനെ ചിരിച്ചോണ്ട് വയ്ക്കും. മലയാളികളാണല്ലോ നമ്മളപ്പം സെൽഫി കൊടുക്കണമല്ലോ. വിനീത് തിരക്ക് പിടിച്ച് ഈ ഷോട്ട് എടുക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ ഞാൻ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഹെക്റ്റിക്കാണ്. അതേപോലെ മലർവാടിക്ക് മുന്നേ അല്ലെങ്കിൽ മലർവാടി ടൈം ആയിരുന്നെങ്കിൽ എനിക്കറിയില്ലല്ലോ, ഇപ്പോഴത്തെ ഒരു കംഫർട്ട് സോണിലാണ് ഞാനെന്നുള്ള ആയിട്ടില്ല. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഏറ്റെടുത്തത് കൊണ്ടും ഇവിടെ അത്യാവശ്യം ഇന്റർവ്യൂ കൊടുത്തിട്ടാ പോയേ, അതുകൊണ്ട് നാണക്കേടാ തിരിച്ചു വന്ന. അതുകൊണ്ട് ഞാൻ ഏറ്റ ജോലി കംപ്ലീറ്റ് ചെയ്തു, താല്പര്യം ഇല്ലാതെ പോലും. പിന്നെ ഡിസൈഡ് ചെയ്തു ഇനിയും ഡയറക്ഷൻ ടെക്നിക്കൽ സൈഡിൽ ഞാൻ ഇനിയും താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ഒന്ന് അതുകൊണ്ട് മാത്രമല്ല, ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു എനിക്കത് ഡയറക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. ഡയറക്ടർ ആവാൻ പറ്റൂല. ഡയറക്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണിയാണ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഒരുപാട് പണിയാണ്. പക്ഷെ അത് സെൽഫ്ലെസ് ആയിട്ട് ചെയ്യേണ്ടതുമാണ്. അതവർ ചെയ്യുന്നവരുമാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ഇപ്പം അവർ വന്ന് നമ്മൾ ഫോർ എക്സാമ്പിൾ അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ ആണ് അവർക്ക് എപ്പോഴും ഉണ്ടാവുക.
എന്നാൽ അവരാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. എന്നാൽ അതിലൊരിക്കലും അവർക്ക് വേതനം എന്നുള്ളത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് കിട്ടുന്നവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ക്രെഡിറ്റ്സ് പോലും മര്യാദയ്ക്ക് വരുന്നില്ല. അപ്പോൾ അവർ ബേസിക്കലി അവർക്ക് ലേണിങ്ങേ ഉള്ളൂ. ഏറ്റവും നന്നായി ഈ ഗ്രൗണ്ട് ഫീൽ പ്രാക്ടിക്കൽ ഷൂട്ട് പഠിക്കുക, അപ്രന്റീസ്ഷിപ്പാണ് ബേസിക്കലി. അത് ഒരിക്കലും ഒരു സദസ്സിലോ ഒരു പൊതുയിടത്തിലോ ഒന്നും അതിന് വാല്യൂ കിട്ടില്ല അൺലെസ് അൺടിൽ അവർ എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പെർട്ടൈസ് പഠിച്ചതെല്ലാം ഗുണമാകും എന്നുള്ള ഉറപ്പാണ്, പക്ഷെ അല്ലാതില്ല. അപ്പോൾ അത് ഒരു എന്താ പറയുക, സിനിമയ്ക്ക് എപ്പോഴും അങ്ങനെയുള്ള ആർട്ട് അസിസ്റ്റൻസ്, സൗണ്ട് എൻജിനീയേഴ്സ്, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഹ്യൂജാണ്. മേക്കപ്പ് പിന്നെ നമ്മൾ നടൻ്റെ മുഖത്താണ് വരുന്നത്, അതുകൊണ്ട് മേക്കപ്പിന് പിന്നെ ശ്രദ്ധ കിട്ടും തീർച്ചയായിട്ടും. ഈ ഞാൻ പറയുന്നത് ഈ പണി നല്ലപോലെ എടുക്കുകയും എന്നാൽ പബ്ലിക് ലൈം ലൈറ്റിൽ വരുമ്പം അതിന് ഭയങ്കര ധാരണയില്ലാത്ത ജോലികൾ ഇതൊക്കെയാണ്. ഇപ്പൊ ഡബിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് സിനിമയിൽ. തീർച്ചയായിട്ടും സൗണ്ട് എഞ്ചിനീയറുടെ കോൺട്രിബ്യൂഷൻ ഹ്യൂജ് ആണ്. സൗണ്ട് എഞ്ചിനീയേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് വേറെ ഡയറക്ടറോ റൈറ്ററോ വേണ്ട. കാര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാൽ മീഡിയയിലെ ജിതൻ ചേട്ടൻ, ഫ്രാൻസിസ് ഏട്ടൻ വിസ്മയിലെ, ഗായത്രി നമ്മൾ സൗത്ത് സ്റ്റുഡിയോയിലെ, പെട്ടെന്ന് പേരുകൾ ആയിട്ടില്ല, ഇവരൊക്കെ സീനിയേഴ്സാണ്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ സിനിമയിലെ ഡയറക്ടറോ റൈറ്ററോ ഇല്ലെങ്കിലും വി ക്യാൻ മാനേജ്. ഫൈനലായിട്ട് അവരൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻസ് എന്തുകൊണ്ട് അവരത്ര സ്ട്രോങ് ആയതുകൊണ്ട്. പക്ഷെ അവരങ്ങനെ പലയിടത്തും അങ്ങനെ നോട്ടീസ് ചെയ്ത് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ജോലി ആയതുകൊണ്ട്. ഇതാണ് എ ഡീസിൻ്റെയും ആർട്ട് അസിസ്റ്റൻസിൻ്റെയും ഒക്കെ അവസ്ഥ. കാരണം ആ ഡയറക്ടർ വിൽ ബി വെരി നോട്ടിസ്ഡ്, നല്ല ഇതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ പണിയും ഫിസിക്കൽ പണിയുണ്ട്. എടുത്തുകൊണ്ട് കാര്യം വെയിറ്റ് എടുത്തുകൊണ്ട് വെക്കുന്ന യൂണിറ്റിലെ ചേട്ടന്മാർ. അത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ. ശരിക്കും ജോട്ടാ താങ്ക് യു. കാരണം ഒരുപാട് ആൾക്കാർ എപ്പോഴെങ്കിലും ഇത് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും നമ്മളെ കുറിച്ചൊക്കെ ഒന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. കാരണം ഒരു പ്രൊഡക്റ്റ്, ഒരു സിനിമ പുറത്തേക്ക് എത്തുമ്പോൾ അതിന് പുറകിൽ കഷ്ടപ്പെടുന്ന വലിയൊരു ടീം തന്നെയാണ്. അതിൽ നോട്ടീസ് ചെയ്യപ്പെടില്ല. ചോദ്യം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ ഡയറക്ടർ ആകുക ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി ജോബ്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സിനിമ ഫ്രെയിം വെച്ച് ആക്ഷൻ കട്ട് വിളിക്കുന്നത് മാത്രമല്ല, ഒരു 10-20-21 ഡിപ്പാർട്ട്മെന്റ്സിനെ ഹാൻഡിൽ ചെയ്യുക, മാനേജ്മെന്റ്, പ്രൊഡ്യൂസർ കൊടുക്കുന്ന കാശിനുള്ളിൽ തീർക്കുക എന്നുള്ള ഒരു ടൈം ലൈൻ, ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന ദിവസം ഒരുപാട്. മേ ബി എനിക്കത് അത്രയും മുന്നേ ആയിരുന്നെങ്കിൽ പറ്റിയേനെ. ഇന്ന് വിനീത് പറഞ്ഞായിരിക്കും ശരി. ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കാൻ ഇപ്പം ആഗ്രഹിക്കുന്നു, വിച്ച് ഇസ് ആക്ടിങ്. ഇനി ഇത് തെറിക്കുന്ന വല്ല ദിവസം ഞാൻ വേണമെങ്കിൽ ഒരു തുറപ്പായിട്ട് ഇറക്കും. ലവ് ആക്ഷൻ അങ്ങനെ ചെയ്തതാ. ഒന്ന് ട്രാക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ടൈമായിരുന്നു. വെറുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഒരു പുകമറ സൃഷ്ടിച്ചതാണ് പ്രൊഡ്യൂസർ എന്നുള്ളത്. ഒരു ഇവന്റ് ഇടുക എന്നുള്ളതുണ്ടല്ലോ. തീർച്ചയായും ചേട്ടാ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ആക്ട് ചെയ്യുന്ന കൂടെ അഭിനയിക്കുന്നവർക്കും ഇതുപോലെ മറ്റു കഴിവുള്ള അത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ ഡയറക്ഷൻ ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ടായിക്കോട്ടെ, നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർക്ക് അതും കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നീരജ് ഡയറക്റ്റ് ചെയ്യാൻ 100% കപ്പാസിറ്റി ഉള്ളതും വിഷൻ ഉള്ളതും ഒക്കെ ഉള്ള ഒരാൾ. നീരജിനോട് പറയാറുണ്ടോ? പണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും എന്തായാലും. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ നീരജായിട്ടുള്ള ഒരു വർക്ക്, നമ്മളൊരു ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, അതിൽ ചേട്ടൻ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ശരിക്കും ലൈഫിൽ എവിടെയെങ്കിലും കണ്ട് ഒബ്സർവ് ചെയ്ത ഒരാളാണോ? ഭയങ്കര ഒരു വ്യത്യസ്തതയുള്ളൊരു അല്ല. അത് വിഷ്ണുവിൻ്റെ ക്രിയേഷൻ. അത് ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാനാണ് കണ്ടിട്ടില്ല, പക്ഷെ ഞാനാണ് ആ ക്യാരക്ടർ. ആ ഷെയ്ഡ്സ് പലതും എന്നിലും ഉണ്ട്. പപ്പൻ്റെ അതൊരു കുറച്ചൊരു ബൂമറാണല്ലോ. അതെ, എനിക്ക് ആ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ കഥ കേട്ടപ്പോ തന്നെ കിട്ടിയായിരുന്നു ഈ സാധനം. വിഷ്ണു അതാണ് ഡയറക്ടറും, അതുകൊണ്ടാണ് അവൻ അത് എഴുതിയത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഒരു ഏജാണ്. എല്ലാവരും പിന്നെ ഒരിക്കലും 18-ന്റെയും 20-യുടെയും ഇന്നത്തെ കിട്ടില്ലല്ലോ. മുന്നിൽ
മനസ്സുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് കുറയ്ക്കാന്നല്ലാതെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് മില്ലേനിയൽസിൽ മറ്റൊരു ഭൂമി ശരിക്കും ഇപ്പൊ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയ ഒരു ജനറേഷൻ എന്ന് പറയാം 80s എന്ന് പറഞ്ഞാൽ എല്ലാ തലമുറയും എൻജോയ് ചെയ്യാൻ പറ്റി. ഇത്ര സ്പീഡായിരുന്നല്ലോ 2000 വന്നതും 25 ആയത് എല്ലാം സ്പീഡായിരുന്നു. അപ്പൊ എല്ലാ തലമുറയും അനുഭവിക്കാൻ പറ്റി. ചിത്രഗീതം നോക്കിയിരുന്ന ഒരു കാലഘട്ടം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു ടൈം എങ്ങനെയായിരുന്നു ശരിക്കും? വീട്ടില് TV കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം? ദൂരദർശനല്ലേ ഉള്ളൂ. അതെ, ഇരുന്ന് ഈ ശാന്തിയൊക്കെ കാണും, ഒന്നും മനസ്സിലാവാതെ. ശാന്തിയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സീരിയൽ അന്നത്തെ. മന്ദിര ബേഡി പ്ലേ ചെയ്ത് അന്ന് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഡിവേറ്റ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗെയിംസ് ഉണ്ടായിരുന്നു, അല്ലേ? നമുക്ക് ഗെയിംസ് ഉണ്ടായിരുന്നു, ഔട്ട്ഡോർ ഗെയിംസ്, സംതിങ് പ്ലേ, അല്ലേ? ഇന്ന് അത് കുറഞ്ഞല്ലോ, നന്നായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അസുഖങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഈ അടുത്തൊരു കല്യാണ വീഡിയോ പഴയത് 80s ആരോ ഫേസ്ബുക്കിലിട്ടപ്പം അതിലെ കമൻറ്റ് തന്നെയായിരുന്നു. അന്ന് 80s ഒരു കല്യാണ വീഡിയോയിൽ എല്ലാവരും നടന്നു വന്ന് ബസ്സിലൊക്കെ കയറി അവിടെ നടക്കുന്ന കുറേ പേരുണ്ട്, 10, 100, 150 ആൾക്കാരുള്ളതുകൊണ്ട്. അതിലൊരു ക്യാപ്ഷൻ തന്നെ ഇതാണ്: ആർക്കും അമിതവണ്ണമില്ല, തലമുറ. അത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ മൊബൈൽ പോപ്പുലറാണ്. പക്ഷെ ഞാൻ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് 3rd ഇയർ തൊട്ടാണ്, 2nd ഇയറും അല്ല, 3rd ഇയർ തൊട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് 2 ഇയേഴ്സ് എൻ്റെ സുഹൃത്തിനെ കാണണമെങ്കിൽ ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണ്, അയാൾ എവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ലല്ലോ. അന്ന് അങ്ങനെ ഒരു അതായിരുന്നല്ലോ ഇതിൻ്റെ മുന്നത്തെ കാലം. ഇപ്പം താങ്കൾ ഈ മുറി കിടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താങ്കൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ആരോടെങ്കിലും ചോദിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ എനിക്ക് കണ്ടുപിടിക്കാനല്ലേ പറ്റുള്ളൂ. ഇന്നതല്ലല്ലോ, ഡയറക്റ്റ് എല്ലാവരും ഡയറക്റ്റ് റീച്ചാണ്. ഡയറക്റ്റ് റീച്ച് വരുമ്പോൾ നമ്മൾ എൻഗേജ്മെന്റ് കൂടും, പക്ഷെ എല്ലാത്തിനും നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കേണ്ടി വരും. മറ്റേന്ന് പറഞ്ഞാൽ നടന്നിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നടന്ന് ഞാൻ പോയി അയാളെ ക്ലാസ്സിലുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ 2ാം നില കയറി അവൻ്റെ സ്ട്രീമിൽ പോയി നോക്കുമ്പോൾ അവനവിടെ ഇല്ല. അവൻ ചിലപ്പോൾ ക്യാൻറ്റീനിൽ പോയി. ഞാൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ക്യാൻറ്റീനിൽ പോയി. അവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞു അവൻ പുറത്തോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുറത്ത് നടന്ന്, അപ്പോൾ ചിലപ്പം അവിടെ സേർട്ട് വിളിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി ഇട്ടുണ്ടാവും. അവിടെ നോക്കുമ്പോൾ അവിടെ നിന്നും ഇല്ല. പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ വീണ്ടും വന്നിട്ട് ആരോടും ചോദിക്കുക, ഇവനോട് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവും. എത്ര കാലറി പോയി? ഇതിപ്പോൾ ഒറ്റ കോളിൽ നമുക്ക് ലൂസ് ചെയ്യാമായിരുന്ന ഒരു 60 കലോറി 50 കലോറി ഇത്രയും നടത്തത്തിൽ അത് നമുക്ക് ഇന്ന് പോകുന്നില്ല. സത്യം. ഇപ്പൊ എല്ലാം സ്പോട്ടിലാണല്ലോ, എവിടെയുണ്ട് ലൊക്കേഷൻ ഇട്ട് നമുക്ക്. പക്ഷേ അത് നല്ലതാണോ ചോദിച്ചാൽ നല്ലതായൊരു കുറേ കാര്യങ്ങളുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അത് നമ്മളുടെ തലമുറയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് അതും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മുടെ വിനീതേട്ടൻ പറയാറുണ്ട്, ഭയങ്കരമായിട്ട് അജുവിനോട് ഞാൻ പറയാറുണ്ട്, ബോഡി ശ്രദ്ധിക്കാൻ പറയാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ വിനീതേട്ടനാണ് എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂസിൽ പറഞ്ഞത്. അജുവിനോട് ഞാൻ ഇത് പറയാറുണ്ട്. ശരിക്കും എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉപദേശം തരുന്ന ഒരാളും കൂടിയാണോ? അങ്ങനെ വെറുതെ പറയില്ല. പുള്ളിയുടെ ഒരു സിനിമയുടെ ക്യാരക്ടർ വരുമ്പോഴാണ് കൂടുതലും പുള്ളി അതിൽ വളരെ നിർബന്ധം പറയുന്നത്. അതിന്റെ റീസൺ ഇതാണ്: നമ്മളുടെ ശരീരം നമ്മളുടെ ഒതുക്കത്തിലിരുന്നാൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് പെർഫോം ചെയ്യാം. അല്ലാത്ത സമയത്ത് ഒരു പിടുത്തം കാണും. ഇപ്പം ഞാൻ ചെയ്യുന്ന വേഷങ്ങൾ കുറച്ചും കൂടി മെച്യൂർഡൊക്കെ ആയതുകൊണ്ട് കംഫർട്ടബിളാണ്. ഇപ്പോൾ KCF ചെയ്ത സമയത്ത് അഹമ്മദിന് മസ്റ്റായിരുന്നു മെലിഞ്ഞേ പറ്റുള്ളൂ എന്ന്, കുറച്ചും കൂടി. വേറെ വഴിയില്ല, അപ്പം നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. പക്ഷെ വിനീത് പറയുന്നത് ഒരു ഓവറോൾ ഹെൽത്ത് എന്ന് പറയുന്നത് നോക്കേണ്ട ടൈം ആയല്ലോ. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും വളരെ സ്നേഹത്തോടെ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ തൊട്ട് പരിചയമില്ലാത്തവർ പോലും കാണുമ്പോൾ പറയുന്നൊരു കാര്യമായി. അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. അതൊരു കൺസേൺ കൊണ്ടാണ്, ഒരിക്കലും ഷെയിം ചെയ്യാനൊന്നുമല്ല. ഇന്ന് ചുമ്മാ ഷെയിം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നതും കഷ്ടമാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, എല്ലാത്തിനും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ താങ്കളുടെ അടുത്ത് താങ്കൾക്ക് അത്യാവശ്യം ഒരു ഹെഫ്റ്റി ബോഡി ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ കൺസേൺ കൊണ്ട് ചോദിക്കാൻ, കളിയാക്കിയും ചോദിക്കരുത്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ധ്യാനായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയാണ്? ഈ നേരത്തെ പറഞ്ഞ കെമിസ്ട്രി ഉള്ള ആളാണ്, നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന ഒരാളാണ്. എനിക്കെന്തും പറയാമെന്ന്, അല്ലെങ്കിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ മിഡ് വേ ഓപ്പണിങ്ങുകൾ എന്ന് പറയും. നമ്മളിപ്പോൾ 5 വർഷം ഇപ്പോൾ എൻ്റെ കോളേജിൽ 11 സുഹൃത്തുക്കളുണ്ട് എൻ്റെ. ഞങ്ങൾ അന്ന് 11 പേരായിട്ടുള്ള അവരായിട്ട് ഇപ്പം കണ്ടിട്ട് അത്യാവശ്യം 2-3 വർഷം. കോവിഡിന് ശേഷം മിക്കവരും കണ്ടിട്ടില്ല, മിക്കവരെയും. കാര്യം വിദേശത്താണ് എല്ലാവരും. ആകെ 1-2 പേരേ ഉള്ളൂ ഇന്ത്യയിൽ, ഞാനല്ലാതെ. നാളെ ഇപ്പോൾ ഇവരെ കണ്ടാലും ഞങ്ങൾക്ക് 2006-ലെ 2004-ലെ 2005-ലെയും രീതിക്ക് പെരുമാറാൻ പറ്റും. എപ്പോഴാണെങ്കിലും ആ ഒരു ഫ്രീഡവും എല്ലാം ഉണ്ട്. നമുക്ക് നമ്മൾ താമസിച്ച റൂംസ് ഉൾപ്പെടെ എൻ്റെ ആൻഡോ, ലിജോഷി, ഞാൻ, ജിബു, നവീൻ, അഭിഷേക്, ജോജി, ജാക്സൺ, പ്രദീപ്, ഫാസിൽ, ജാഷിർ എന്ന് പറയാൻ ഇന്നലെ ഞാൻ ഈ പേര് പറഞ്ഞ് പഠിച്ചിട്ടൊന്നുമില്ല. എന്നും അത് ഭയങ്കര ഈസിലി അങ്ങ് വരുന്ന കാര്യമാണ്. അത് പോസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്ക് ധ്യാൻ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എക്സ്പെക്ടേഷൻ ഇല്ല. അയാൾ ഇത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക്. ജോലിയില്ല, അയാളിപ്പോൾ ഒരു ആസ് എ ഡയറക്ടർ ലവ് ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ അവൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യാത്തതിനെ കുറിച്ചും ഞാൻ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഞാൻ കുറ്റമോ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വ്യക്തിപരമായി എനിക്കതിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് നമ്മൾ എന്താ അൺകണ്ടീഷണൽ, അയാൾ എങ്ങനെ ആയിരുന്നാലും. എപ്പോഴെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റായിട്ട് ഒരു ടെൻഷനുള്ള ആർട്ടിസ്റ്റ് ആരാ നമുക്ക് അഭിനയിക്കുമ്പോൾ? എപ്പോഴെങ്കിലും സീനിയേഴ്സ് മിക്കവരും വരും. മമ്മൂക്ക, ഫഹദ് ഫാസിൽ, ലാലേട്ടൻ എങ്ങനെ? അദ്ദേഹം തന്നെ അതിനെ ഒന്ന് മെലോഡോൺ ചെയ്തു തരും. മെലോഡോൺ ചെയ്തിട്ട് തന്നെ, അതുകൊണ്ട് ആ ഒരു കംഫർട്ട് സോൺ ഫീൽ ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരു പേടിപ്പിക്കുന്നല്ല, എനിക്ക് ആവശ്യമില്ലാതെ ഭയങ്കര ഇൻഫീരിയർ ഫീല് തോന്നിക്കൊണ്ടിരിക്കും. എനിക്ക് ദിലീപേട്ടനോടും ആ സീനിയേഴ്സിനോട് മിക്കവരോടും തോന്നിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ചെയ്യുന്നവരും അത് കുറഞ്ഞു വരും. എനിക്ക് അധികം ഓപ്ഷൻസ് മമ്മൂക്കയോടൊപ്പം ഫഹദിക്കയോടൊപ്പം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വരട്ടെ, എന്തായാലും വരും, എല്ലാം വരുന്നുണ്ട്. ഈ ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അറിയാതെ ചിരിച്ചു പോകുമെന്ന് പറയും. ഇപ്പോൾ പണ്ട് ജഗതി ചേട്ടൻ്റെ കൂടെ ദിലീപേട്ടൻ നിൽക്കുമ്പോൾ ദിലീപേട്ടൻ പറയുന്നത്, ഞാൻ ചില സമയത്തൊക്കെ തിരിച്ചു എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. അപ്പം അങ്ങനെ ഈ ദിലീപേട്ടൻ സ്പോട്ടിൽ പല കാര്യങ്ങളും കൈ നിർത്തിയിടുന്ന കോമഡി എന്താ പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാറുണ്ടോ? 2 കൺട്രീസും കോടതി സമീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അതിലങ്ങനത്തെ ഇല്ല, സ്ക്രിപ്റ്റ് തന്നെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട്. അവർ ഷാഫി സാറും ദിലീപേട്ടനും കൂടെ എന്തെങ്കിലും ഇംപ്രവൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവരത് ഷോർട്ടിന് ഇരുന്ന് പ്ലാൻ ചെയ്ത് ദിലീപേട്ടൻ അത്. പിന്നെ അങ്ങനത്തെ ക്യാരക്ടർ ഉള്ളായിരുന്നു അദ്ദേഹത്തിന്. അത് ഇപ്പൊ തെങ്കാശി പോലെയോ പറക്കുംതളിക പോലെയോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇവർ നടന്മാരായിട്ടുള്ളവരല്ലേ, കോ ആക്ടർ ആവില്ലല്ലോ. നമുക്കിവർ മുന്നേ പ്രതിഷ്ഠിച്ച ഇവരുടെ ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ സ്ട്രോങ് ആണ്. അത് മാറാനുള്ള സമയം അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് മാറണമെങ്കിൽ നമുക്ക് മേ ബി കുറേ സിനിമകൾ ചെയ്താലേ മാറുള്ളൂ. തീർച്ചയായിട്ടും. ചേട്ടൻ എപ്പോഴാണ് ഇപ്പോൾ എൻ്റെ ജോലി ആക്ടിങ് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ എവിടെയായിരുന്നു? ഏത് മൂവിയോട്? ജേക്കബിന്റെ സ്വർഗ്ഗരാജ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. പിന്നെ ലവ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അവൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു റോൾ ചേഞ്ച് വേണം, പ്രേക്ഷകർക്ക് ഒരു മടുപ്പുണ്ട്, അപ്പം അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആ സമയത്ത് ഞാൻ ആ വർഷം കൂടുതലും പ്രൊഡക്ഷൻ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ആകെ ഞാൻ 2-3 സിനിമകളെ ആ വർഷം അഭിനയിച്ചുള്ളൂ. അങ്ങനെ വന്ന ടൈമിൽ പിന്നെ കോവിഡ് ടൈം. ഈ എല്ലാവരും പറയുന്നുണ്ട് ഒരു ടൈം, ഇപ്പോൾ ടോവിനോണെങ്കിൽ എല്ലാവരും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ നമ്മളൊക്കെ വലിയ സ്റ്റാറാണ്, സിനിമാടന്മാരാണ്, ഫുൾ തിരക്കാണ്, പക്ഷെ ഞങ്ങൾക്ക് കൊണ്ട് ഒരുപാട് ടെൻഷനും ഡിപ്രഷനും ഒക്കെ. ചിലപ്പോൾ വർക്കുകൾ സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഒരു പടം വരുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ട്, നമുക്ക് ആ പടം കിട്ടുന്ന വരെ നമുക്കൊരു ടെൻഷനുണ്ട്, വലിയൊരു ഗ്യാപ്പുകൾ വരും. ആ ഗ്യാപ്പൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് EMI പല പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ നല്ല ടെൻഷനിലേക്ക് പോകാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ തരണം ചെയ്യാറുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് എല്ലാവർക്കും, ഏത് ഡിപ്പാർട്ട്മെന്റ്, തൊഴിൽ മേഖല എന്നല്ലല്ലോ, അതൊരു ഗ്ലോബൽ ഫിനോമിനാണ്. ഇപ്പോൾ ഈ റിസഷൻ്റെ ഒരു ചെറിയ ഹിന്റ് വരുന്നത്. അപ്പം അതൊരു എല്ലാ ഇൻഡസ്ട്രിയും ബാധിക്കുന്ന കാര്യം. തീർച്ചയായും അത് സിനിമ മാത്രമല്ല, ഞാൻ സിനിമയിലാണെങ്കിലും എൻ്റെ ജീവിത രീതിയും മുന്നേയും ഇന്നും ഞാനൊരു മിഡിൽ ക്ലാസ് ജീവിതത്തിൽ നിന്ന് അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് മാറിയിട്ടുണ്ടാവാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ
ഹൈ എന്താ പറയുക നെക്സ്റ്റ് ലെവൽ എന്താ പറയുക നമ്മൾ എനിക്കറിയില്ല. നമ്മള് ഒരു പോസ്റ്റ് ലൈഫോ അതാണോ? ഇത് അത് ഞാനൊരു സ്റ്റിൽ മിഡിൽ ക്ലാസ് ഇതിൽ ബിലോങ് ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഐ മീൻ അവിടെ ഉള്ളവരായിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് കാശുള്ളവർക്ക് ബാധിക്കില്ല. ഡേ ടു ഡേ വേജസ് എന്നുള്ള രീതിയിൽ ജീവിതത്തെ കാണുന്നവരൊക്കെയും ബാധിക്കില്ല. ഇങ്ങനെയൊക്കെ നീങ്ങി എവിടേക്ക് EMI അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു റോളിങ്ങിൽ പോകുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ നന്നായി ശ്രദ്ധിച്ചു തുടങ്ങി, വേറെ വഴിയില്ലാതായി. കുട്ടികളുടെ ഒന്നും പ്രശ്നമല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, നല്ല സുഹൃത്തുക്കളുള്ളത് പലപ്പോഴും അവരുടെ സഹായങ്ങളും ഒക്കെ ഭയങ്കര എന്താ പറയുക ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. സ്റ്റിൽ ഓക്കെ. ഒരു വളരെ 1-2 കാര്യം കൂടി. നമ്മുടെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഇപ്പോൾ ഒരു 10th വരെയൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അങ്ങനെ ആരെങ്കിലും കോണ്ടാക്റ്റുകൾ? ടീച്ചേഴ്സ് ഇപ്പോൾ എൻ്റെ പ്രീ KG ഉണ്ണിമേരി മിസ്, അല്ലെങ്കിൽ എൻ്റെ 10th സ്റ്റാൻഡേർഡിലുണ്ടായിരുന്ന ജാസ് ടീച്ചർ, പിന്നെ 12th ജെനി മിസ്, അവരൊക്കെ കോണ്ടാക്റ്റിൽ പിന്നെ ഉണ്ട്. നിവിനായിട്ട് ഒരുമിച്ച് പഠിച്ചത് രാജഗിരിയിൽ. അന്ന് നിവിൻ എങ്ങനെയായിരുന്നു? സ്റ്റേജിൽ കയറിയ ഒരു നിവിനെ എനിക്ക് ഓർമ്മയില്ല. ഫുട്ബോളറായിരുന്നു. സ്റ്റേജ് കലാപരമായിട്ടുള്ള എൻ്റെ ഓർമ്മയിലില്ല. അദ്ദേഹം ആക്സിഡന്റലി പിന്നെ ഈ കോളേജ് ടൈം വന്ന ഒരു പാഷനായിരുന്ന സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു 10 വർഷത്തിന് ശേഷം ഒരു നാടകത്തിനോ മിമിക്രോ മോണാക്ടിനോ എന്റെ അറിവിൽ നിവിൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. എങ്ങനെയായിരുന്നു അന്ന് ക്ലാസ്സിലൊക്കെ? എങ്ങനെയായിരുന്നു? ഞാൻ വേറെ ഡിവിഷനാ. പക്ഷെ നിവിൻ പോളി എന്ന് പറഞ്ഞ ഫുട്ബോളർ വാസ് നോൺ. നല്ലൊരു ഫുട്ബോളർ ആയിരുന്നു. ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം നോട്ടീസ് ചെയ്യും. ഇപ്പൊ ഈ മലർവാടിയിലാണെങ്കിലും തട്ടത്തിമുറത്തിലാണെങ്കിലും ഇപ്പൊ ആ ഫ്രണ്ട് സർക്കിളിലോട് ചോദിക്കുന്നു, ഭഗത്തിനൊരു കാസ്റ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഭഗത്തിന്റെ ആക്ടിങ് സെൻസിനെ കുറിച്ച് ഇപ്പോൾ അത്യാവശ്യം ഇനി മലയാളത്തിലേക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ട ഒരു ആർട്ടിസ്റ്റ് അല്ലേ? ഭഗത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബ്രില്യൻ്റ് ആക്ടർ. മലർവാടിയിലെ ഞങ്ങൾ 5 പേരിൽ ഏറ്റവും നാച്ചുറൽ ആക്ടേഴ്സിലായിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിവിനെയും ഭഗത്തിനെയാണ്. അതിൽ നിവിൻ ഈ പറഞ്ഞ പോലെ ഹീറോ, സീരിയസ്, ആംഗ്രി യങ് മാൻ എന്നുള്ളത് വെച്ചു. പക്ഷെ ഭഗത്തായിരുന്നു ഫ്ലെക്സിബിൾ, ഹ്യൂമർ, പ്രണയം ഒക്കെ ഉള്ള. ഭഗത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ സിനിമകളും വന്നത്. സ്റ്റിൽ ദ മോസ്റ്റ് ടാലന്റഡ് എന്ന് എനിക്ക് മലയാള സിനിമയിൽ വെക്കാവുന്ന ഈ ഒരു കഴിഞ്ഞൊരു 15 വർഷത്തിലെ നടന്മാരിൽ മുൻനിരയിലുള്ള ആളാണ് ഭഗത്. ഇനി വരാനുള്ളവന്റെ സിനിമകളെല്ലാം നല്ല സിനിമകളാണ്. പ്ലേ ചെയ്തേക്കുന്ന വെബ് സീരീസ് 2 ഭാഗമായിരിക്കുന്ന സിനിമകളിലൊക്കെ നല്ല ചെറുതാണെങ്കിലും ലെങ്ത് കുറവാണെങ്കിലും നല്ല രീതിയിൽ അയാൾ എക്സ്പ്ലോർ ചെയ്ത ക്യാരക്ടേഴ്സ്. പുള്ളി ഇപ്പോൾ ആ കോൺഷ്യസ് ഡിസിഷൻ എടുത്തു. ഇടയ്ക്ക് പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിൽ അവൻ തന്നെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, എല്ലാ സിനിമകളും ചെയ്തു. ഈ എല്ലാ സിനിമകളും ചെയ്യുമ്പം ആ സിനിമയുടെ പിന്നിൽ ഒരു സത്യസന്ധമായ ഒരു എഫേർട്ട് ഇല്ലാത്തത് സിനിമകളും ഉണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് എല്ലാ ഹോട്ടലിലെയും ഭക്ഷണം നല്ലതല്ലല്ലോ. അപ്പോൾ സെയിം തിങ്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ പുള്ളി കുറച്ചും കൂടി ചൂസ് ചെയ്യി, പുള്ളിക്കും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിലോട്ട് മാറി. ഓക്കെ. ഇപ്പോൾ നമ്മൾ പടക്കുതിരയിലേക്ക് എത്തിയിരിക്കുകയാണ്. പടക്കുതിരയിലെ ചേട്ടൻ്റെ ക്യാരക്ടർ എന്താണ്? നന്ദകുമാർ എന്ന് പറയുന്ന കഥാപാത്രം ഇന്ന് പടക്കുതിര നടത്തുന്ന അയാളുടെ അച്ഛൻ തുടങ്ങി വെച്ച സ്ഥാപനം വളരെ മോശമായി എത്തിച്ച ഒരാളാണ്. ഉത്തരവാദിത്തം ഇല്ലായ്മ കാരണവും എല്ലാത്തിനും കുറുക്ക് വഴികളും എളുപ്പ വഴികളും ഉടായ്പകളും ഒക്കെ വെച്ചിട്ട് അപ്പം അയാൾക്കൊരു എത്തിക്സ് ഒന്നുമില്ല. അയാളുടെ കൂടെ ഉള്ളവരാണ് ഇവരൊക്കെ. അതെ, ഗ്യാങ്. ഇപ്പം ജോമോന്, നന്ദുചേട്ടൻ, അഖിലേട്ടൻ, ഷമീർ, ഇവരെല്ലാവരും വരുന്നത്. സിജയുടെ ലവ് ഇൻട്രസ്റ്റ് ആണ് ചെറുപ്പം തൊട്ടേ ഉള്ളത്. അങ്ങോട്ടാണ് വളരെ യാദൃശ്യമായി ഒരു അതിഥി വരുന്നത്, രഞ്ജി പണിക്കർ സാർ. അവിടുന്ന് പടക്കുതിരയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ഇതിനെ ഹ്യൂമറിലാണ് കൺസീവ് ചെയ്തേക്കുന്നത്. അതായത് എല്ലാ ഓഡിയൻസിനും ഒരേപോലെ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ക്ലാസ് സിനിമയായിട്ടൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. ഇതൊരു ചിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള സിനിമ. ചിരിക്കാനുണ്ട്. ജോമോനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന വേഷമാണോ ഇല്ലെന്ന് അറിയില്ല, എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ജോമോൻ എന്നെ ചിരിപ്പിച്ചു, നന്ദുചേട്ടൻ എന്നെ ചിരിപ്പിച്ചു, രഞ്ജി സാർ എന്നെ ചിരിപ്പിച്ചു, ഷമീർ എന്നെ ചിരിപ്പിച്ചു. അവരെല്ലാം ഇരുന്ന് ഒരു സൈഡിൽ നിന്ന് ചിരിപ്പിക്കുന്നില്ല, കൃത്യമായ ഇടവേളകളിൽ ഓരോരുത്തർ അവരവരുടെ ജോലി കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണല്ലോ ഒരു സ്ക്രിപ്റ്റിൽ കഥയുണ്ടെങ്കിൽ.
ചേട്ടൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഏതെങ്കിലും മൂവിയിൽ ചെയ്യണം, അങ്ങനെ ഒരു ഏതെങ്കിലും ഇല്ല, അങ്ങനെ തോന്നുന്നു. അങ്ങനത്തെ പ്ലാൻ തരുന്നത് എന്തായാലും ഒന്ന് വൃത്തിക്ക്. തരുന്ന എല്ലാം നല്ല നമുക്ക് പറ്റുന്നതും കൂടെ. ഓക്കെ. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി, ചേട്ടൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്റർവ്യൂവിൽ എപ്പോഴും ഇരിക്കുമ്പോൾ ചേട്ടൻ ഒരിക്കലും ഞാൻ എന്നുള്ളൊരു സാധനം എപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ചെയ്യുന്നതുകൊണ്ടാണ്, അത് എൻ്റെ കഴിവല്ല, അത് അവരാണ് എപ്പോഴും അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത് കേൾക്കുന്നത്. എന്താണ് ചേട്ടൻ അങ്ങനെ ഒരു ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു തൊഴിൽ മേഖലയാണ്. ഇപ്പം ഞാൻ അതിന് മുന്നേ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു മാഷാണെങ്കിലോ ബാങ്ക് ജീവനക്കാരനാണെങ്കിലോ ഇതിന് മുന്നേ ഞാൻ ജോലി ചെയ്ത പ്രൊഫഷണൽ എന്തിലെങ്കിലും ആയിരുന്നെങ്കിൽ 9 to 5 ജോലി ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നായിരിക്കില്ല. സമൂഹത്തിലോടും പൊതുമധ്യത്തിലും എൻ്റെ ഒരു ഫസ്റ്റ് സർക്കിളിൽ ഒതുങ്ങിപ്പോയേനെ തീർച്ചയായും എൻ്റെ ഡിപ്പെൻഡൻസിയും കമ്മിറ്റ്മെൻറ്റ്സും. ഇത് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി 15 years ആയിട്ട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആണ് പലരോടും. പലരുടെയും സഹായത്തിൽ ആണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇല്ലാതെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഇനിയും ഒരുപാട് വർക്കുകളെല്ലാം വരട്ടെ. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്, ചേട്ടൻ ഇപ്പോൾ ഈ സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ പറയും, അയ്യോ അജുവേട്ടനെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഞങ്ങൾ അന്നത്തെ അജുവേട്ടൻ അതേപോലെ തന്നെ മതി, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് എവർഗ്രീൻ ആയിട്ട് ഇതൊക്കെ ഡൈ ചെയ്തിട്ട് വരാം. അപ്പൊ എന്തായാലും എവർഗ്രീൻ ആയിട്ട് ഇങ്ങനെ നിൽക്കട്ടെ, എപ്പോഴും ഒരുപാട് നല്ല നല്ല വർക്കുകൾ വരട്ടെ, ഞങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റട്ടെ. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടും. താങ്ക് യു.